ശാസ്ത്രീയ ജലശുദ്ധീകരണ സംവിധാനമില്ല. ഗായത്രിപ്പുഴ ഉറവിടമാക്കിയുള്ള കാവശ്ശേരി പഞ്ചായത്തിലെ വലിയ പറമ്പ് കോങ്ങാട്ടുമുറി ശുദ്ധജല വിതരണ പദ്ധതിയിൽ 2000-ഓളം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ശുദ്ധീകരിക്കാത്ത പുഴവെള്ളം. മഴ ശക്തമായതോടെ കലങ്ങിമറിഞ്ഞൊഴുകി വരുന്ന പുഴവെള്ളം നേരിട്ട് പമ്പ് ചെയ്താണ് വിതരണം. പരമ്പരാഗത ജലശുദ്ധീകരണ സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഗായത്രിപ്പുഴയിൽ കോങ്ങാട്ടുമുറി വലിയ പറമ്പ് തടയണകളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ഈ സംവിധാനത്തിലൂടെ ശുദ്ധീകരിച്ചാണ് വിതരണം നടത്തിയിരുന്നത്. പുഴയിലെ ഒഴുകിവരുന്ന വെള്ളം ഇൻഫിൽട്രേഷൻ ഗാലറി വഴി മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കിണറ്റിൽ ശേഖരിച്ച് പ്രധാന സംഭരണികളിൽ എത്തിച്ചായിരുന്നു വിതരണം. ജല അതോറിറ്റി ആദ്യകാലത്ത് ഏർപ്പെടുത്തിയ ഇൻഫിൽട്രേഷൻ ഗാലറി സംവിധാനം പുഴപദ്ധതികളിൽ ഫലപ്രദമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടും ഈ സംവിധാനമാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ഈ പദ്ധതി കാവശ്ശേരി പഞ്ചായത്തിൽ ജലനിധി പദ്ധതി ഏറ്റെടുത്തപ്പോൾ ഈ വാട്ടർ അതോറിറ്റി ഈ സ്കീം കാവശ്ശേരി പഞ്ചായത്തിൽ ഹാൻഡ് ഓവർ ചെയ്യുകയും ആ പ്രകാരം അന്ന് UDF ഭരണകാലത്ത് ഞാൻ 5 വർഷക്കാലം ഇവിടെ ഓപ്പറേറ്ററായിരുന്നു. അന്ന് കാലത്ത് ഈ വെള്ളം പുഴയിൽ ശുദ്ധീകരണ ടാങ്ക് ഉണ്ടായിരുന്നു. ആ ശുദ്ധീകരണ ടാങ്കിൽ നിന്നും പൈപ്പ് വഴി ഇവിടേക്ക് വന്ന് ഇവിടുന്ന് പമ്പ് ചെയ്ത് ചുണ്ടക്കാടിലേക്ക് കയറ്റി 6 ലക്ഷം ലിറ്റർ സേഫ്റ്റിയുള്ള ടാങ്കിൽ കയറ്റി 6 ലക്ഷം ലിറ്റർ നിറഞ്ഞ ശേഷം അന്ന് നമ്മൾ ടാങ്ക് തുറക്കും. ഈ പദ്ധതി മാത്രമൊന്നും കാവശ്ശേരി പഞ്ചായത്തിലുള്ളൂ. ഈ പദ്ധതി കൊണ്ട് മിക്ക വീടുകളിലും അന്ന് വെള്ളം കുടിച്ചവരാണ്. അതേസമയം മഴ ആരംഭിച്ചാൽ ഇൻഫിൽട്രേഷൻ സംവിധാനം ഒഴുകിപ്പോവുക പതിവാണ്. ഇതോടെ പേരിന് പോലും ശുദ്ധീകരണം ഇല്ലാത്ത അവസ്ഥയാണ്. ഇവിടെ ഇൻഫിൽട്രേഷൻ ഗാലറി ഇപ്പോൾ പ്രവർത്തന യോഗ്യമല്ല. ശാസ്ത്രീയമായ ശുദ്ധീകരണ സംവിധാനങ്ങളെക്കുറിച്ച് അധികൃതർ ആലോചിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. വെള്ളം പുഴയത്തെ വെള്ളം എന്ത് കളറാണ് ആ കളറിൽ അങ്ങനെ അടിച്ചു കയറ്റാതെ വടിയിൽ വരിക തന്നെ. അല്ലാണ്ട് ശുദ്ധീകരണമോ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇടലോ അങ്ങനെ ഇങ്ങനെ ഒരു സംവിധാനം ഒന്നും ടാങ്ക് ശുദ്ധീകരിച്ചിട്ട് എൻ്റെ അറിവിൽ ടാങ്ക് ശുദ്ധീകരിച്ചിട്ട് ഒരു 15 കൊല്ലെങ്കിലും ആവും. വലിയ പറമ്പ് തടയണയിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം ചൂണ്ടക്കാട്ടിലെ 4 ലക്ഷം ലിറ്റർ ശേഷിയുള്ള സംഭരണിയിൽ എത്തിച്ചാണ് വിതരണം. കോങ്ങാട്ടുമുറി തടയണയിൽ നിന്നും പത്തനാപുരത്തെ 50,000 ലിറ്റർ ശേഷിയുള്ള സംഭരണിയിൽ എത്തിച്ചാണ് വിതരണം ചെയ്യുന്നത്. വലിയ തോതിൽ പുഴ മലിനീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പുഴവെള്ളം ശാസ്ത്രീയമായി ശുദ്ധീകരിക്കാതെ വിതരണം ചെയ്യുന്നത് പകർച്ചവ്യാധികൾ പടരാൻ ഇടയാക്കുന്നുണ്ടെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. ഈ വെള്ളം കുടിക്കുന്ന വീട്ടുകളിലെല്ലാം കുട്ടികൾക്ക് മാറാരോഗം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മലിനജലം ആയതുകൊണ്ട് ചൊറിയും ചരങ്ങും ഒക്കെ വരുന്നുണ്ട്. ഈ കുട്ടികൾ കുടിക്കുന്നത് നിവൃത്തിയില്ല. ശുദ്ധജലം കുടിക്കാൻ ഞങ്ങൾക്ക് വഴിയില്ല. ശുദ്ധജലം കിട്ടാനും വഴിയില്ല. അധികൃതർ ഇത് കണ്ട് ശുദ്ധജലം കൊടുക്കണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ജലനിധിയുടെ കുഴൽക്കിണർ പദ്ധതിയിൽ നിന്നും വിതരണം ചെയ്യുന്ന വെള്ളത്തെക്കുറിച്ച് നിലവിൽ പരാതിയില്ല. ഇതുകൂടാതെ 105 ചെറുകിട പദ്ധതികൾ വേറെയുമുണ്ട്. ജലനിധി കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ 50 പദ്ധതികളാണ് പ്രവർത്തിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.